നമ്മൾ അല്ലെങ്കിൽ യു പി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ള മറ്റു മതസ്ഥർ അല്ലെങ്കിൽ കൂടുതലും ക്രിസ്ത്യൻ ആളുകളായിട്ടുള്ള ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ അവിടെ ഭയങ്കരമായിട്ട് വേട്ടയാടുന്നു, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് യു പിയിൽ ക്രിസ്ത്യാനികളുടെ പള്ളികൾ നശിപ്പിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങളെ അവിടെ എന്താ പറയുക, വളരെ കഷ്ടപ്പാടാണ് അവർക്ക്, അല്ലെങ്കിൽ അവരെ അവിടെ അടിച്ചമർത്തുക എന്ന് പറയുന്നത്. ആ സമയത്താണ് ഇപ്പോൾ ഇത് കുംഭമേള നടക്കുന്നു. 40 കോടിയിലധികം ജനങ്ങൾ അല്ലെങ്കിൽ സന്യാസി വര്യന്മാർ ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ഒരു ഹിന്ദുവിൻ്റെ ഒരു കൂടിച്ചേരൽ അവിടെ നടക്കുന്നത്. അതിലിപ്പോൾ ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ കത്തോലിക്ക സഭ തന്നെ അവിടെ ഒരു ചാരിറ്റി നടത്തുന്നു എന്നറിയുന്നു. അപ്പോൾ ഈ യു പിയിലെ ക്രിസ്ത്യാനികൾ അങ്ങനെ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ യു പിയിൽ പിന്നെ അലഹബാദിൽ ഉള്ള ഈ കാത്തലിക് ഡയോസിസിൻ്റെ ഇൻ്റർ റിലീജിയസ് ചാരിറ്റി ഏർപ്പാടുണ്ട്. അവർ ഈ കുംഭമേളയോട് സഹകരിക്കുകയാണ്. ഈ വാർത്തകളൊന്നും നമ്മുടെ നാട്ടിലൊന്നും വരുന്നില്ല. യു പിയുടെ തെരുവിലെവിടെങ്കിലും ഒരു എലി ചത്ത് കിടന്നാൽ അത് ആദിത്യനാഥ് ഗവൺമെൻറ്റിനെതിരെ എടുത്ത് ഉപയോഗിക്കുന്ന മാധ്യമ സംസ്കാരമാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലിപ്പോഴുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന വസ്തുതകളൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ആ സമയത്താണ് ഈ അലഹബാദിലെ കാത്തലിക് ഡയോസിസ് ഈ തീർത്ഥാടകർക്ക്, കുംഭമേളയിലേക്ക് പോകുന്ന തീർത്ഥാടകർ, പദയാത്ര ആയിട്ട് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം, കുടിജലം, വിശ്രമസങ്കേതം, വൈദ്യസഹായം, ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരികയാണ്. ഇതിന് വലിയൊരു വാർത്താ പ്രാധാന്യമൊന്നും അവർ കൊടുക്കുന്നില്ല. പക്ഷേ ഇത് കണ്ടറിഞ്ഞ് ചിലർ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇവിടെ കേരളത്തിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. ഇത് പക്ഷേ വന്നേനെ ആ പോകുന്ന വഴിക്ക് ആ പള്ളിയിലേക്ക് ഒരു കല്ലെറിഞ്ഞതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ റിപ്പോർട്ട് ചെയ്യും. അവിടെ നടക്കുന്ന ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ, ആൻറ്റി സോഷ്യൽ സാധനങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് മാത്രം യു പിയിൽ ആർക്കും ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണെന്ന വായ്ത്താരിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിനിടയിൽ കത്തോലിക്ക സഭ ഔദ്യോഗികമായി തന്നെ അവിടെ ഈ കുംഭമേളയിലെ തീർത്ഥാടകർക്ക്, ത്രിവേണി സംഗമത്ത് പിന്നെ സ്നാനത്തിലെത്തുന്ന തീർത്ഥാടകർക്കും സന്യാസിമാർക്കും ഭക്ഷണവും പാനീയവും വൈദ്യസഹായവും കൊടുക്കുന്നു എല്ലാ ദിവസവും. എല്ലാ ദിവസവും ഉച്ചഭക്ഷണമാണ് കൊടുക്കുന്നത്. മിഡ് ഡേ മീൽസ് ആണ് കൊടുക്കുന്നത്. അത് 1-2 ആളുകൾക്കല്ല, 10,000-കണക്കിന് ആളുകൾക്കാണ്. ഇങ്ങനെ നടന്ന് അവർ 15 കിലോമീറ്ററോളം നടന്നു വരുന്നവരുണ്ട്. അപ്പം നടന്ന് ക്ഷീണിച്ച് ഇപ്പോഴത്തെ ഈ കൊടിയ ചൂടും ഒക്കെ സഹിക്കാതെ, ഇപ്പോൾ അവിടെ കുറച്ച് തണുപ്പാണ് ആ ഏരിയയിൽ, അലഹബാദിൽ. അപ്പോൾ അത് മാറാൻ പോവുകയാണ്, വസന്തകാലം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തണുപ്പ് കുറഞ്ഞു വരുന്ന സമയം. അങ്ങനെ ദീർഘമായി കാൽനടയായി വരുന്ന ആളുകളെ അവർ സ്വീകരിച്ചിരുത്തി വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം കൊടുക്കുകയും കുടിയേലം കൊടുക്കുകയും അത്യാവശ്യം ഈ നടുവേദന, കാലുവേദന, കൈകാൽ കഴപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളവർ സന്യാസിമാർക്കുള്ള ചെറിയ വൈദ്യ ചികിത്സയും ഒക്കെ ചെയ്യുന്നു. ഇതിനകം 25,000 സന്യാസിമാർക്ക് ഫ്രീ ആയിട്ട് അവിടുത്തെ ഈ കാത്തലിക് ഹോസ്പിറ്റലിൽ, സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നടന്നു വരികയാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി അതിൻ്റെ നേതൃത്വം നൽകുന്ന വിപിൻ ഡിസൂസ നസ്രത്ത് ആശുപത്രിയിലെ വക്താവാണ്. അദ്ദേഹം പറയുന്നത്, ഇത് ഞങ്ങൾ നേരത്തെയും ചെയ്യുന്നതാണ്. ഇത് ഞങ്ങളുടെ മതത്തിനതീതമായിട്ട് എല്ലാ തരം സ്പിരിച്വാലിറ്റിയെയും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആത്മീയ പ്രവർത്തനത്തിന് മതത്തിൻ്റെ വേലിക്കെട്ടുകളില്ലാതെ ഞങ്ങൾ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യും. ആ ഒരു പോളിസി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുംഭമേളയ്ക്ക് ഒരു മതപരമായ ഒരു ചടങ്ങ് എന്നതിന് ഉപരിയായിട്ട് മുഴുവൻ ആളുകൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ പ്രവർത്തനമായിട്ട് വളരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. യു പിയിലെ സ്ഥിതി പൊതുവായിട്ടുള്ള അവിടുത്തെ ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ നാമമാത്രമാണ് യു പിയിൽ ഇപ്പോൾ. 0.18% ജനങ്ങളിൽ 0.18% ക്രിസ്ത്യാനികളാണ് യു പിയിലുള്ളത്. അത് മുസ്ലിംസ് ആണെങ്കിൽ 19%. ബാക്കി ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഇത് ഹിന്ദുക്കളുടെ
പൗരാണികമായ ഒരു ആചാരം എന്ന നിലയിൽ ഈ ചടങ്ങ് 45 ദിവസം നീണ്ട ഈ ചടങ്ങ് നടക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇതിൽ ക്രിസ്തീയ കാത്തലിക് സഭ സഹകരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത. ഇത് നമ്മുടെ നാട്ടിലെ മതപ്രിയന്മാർ ആളുകൾക്ക് ഇത് ഒരു പാഠമാക്കാവുന്ന. ഇവിടുന്ന് പോകുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇതൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഒരുപാട് പേര് അവിടെ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒന്നും കണ്ടില്ല ഇങ്ങനെ ഒരു റിപ്പോർട്ടിങ്ങിനെ കുറിച്ച്. ഇത് അവിടെ നോർത്ത് ഇന്ത്യയിലെ ചില മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരുടെ പ്രവർത്തനം, ഇവരുടെ സോഷ്യൽ സർവീസസ് വരുന്നുണ്ട്. ഇത് ഔദ്യോഗികമായി കാത്തലിക് സഭയുടെ പത്രമല്ല, അല്ലാതുള്ള സ്വതന്ത്ര പത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, സ്വതന്ത്ര മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അത് നോക്കിയപ്പോൾ നമുക്ക് നല്ല കൗതുകം തോന്നി. പ്രത്യേകിച്ച് ഇത് കേരളം പോലെ UP പറ്റി എപ്പോഴും കുറ്റം പറയുന്ന ഒരുപാട് ക്രിസ്തീയ സഭകൾ ഇവിടെയുള്ള നമ്മുടെ നാട്ടിൽ, അവിടെ ക്രിസ്തീയ സഭയ്ക്ക് എന്തെങ്കിലും തരത്തിൽ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിനോട് ഇങ്ങനെ സഹകരിക്കില്ലല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു മാസ് മൂവ്മെൻറ്റിനോട് സഹകരിക്കുക വഴി അവരും ഈ ആത്മീയ ദൗത്യത്തിൻ്റെ ഒരു പരോക്ഷമായെങ്കിലുള്ള ഒരു ഭാഗമാക്കാവുകയാണ് ചെയ്യുന്നത്. വളരെ മാതൃകാപരമായ ഒരു സർവീസാണ് അവർ നടത്തുന്നത്. സാർ, അത് പറഞ്ഞപ്പോൾ നമുക്കവിടെ ഉള്ള മറ്റു മതങ്ങളിലെ ന്യൂനപക്ഷമായിട്ടുള്ള മറ്റു മതസ്ഥരുണ്ടല്ലോ, പ്രത്യേകിച്ച് നമുക്ക് മുസ്ലിം ന്യൂനപക്ഷ ഏരിയ ഉണ്ട് അവിടെ. അവിടുത്തെ ജനങ്ങളുടെ ഇതിനോടുള്ള വികാരമൊക്കെ എന്തായിരിക്കും ഇപ്പോൾ? അവിടെ അവർ ഇപ്പോൾ ഇതുപോലെ എടുത്തു പറയാവുന്ന തരത്തിലുള്ള സൗജന്യ പ്രവർത്തനങ്ങളൊന്നും അവർ നടത്തുന്നില്ലെങ്കിലും, ചാരിറ്റി ഒന്നും ഇല്ലെങ്കിലും അവരും ഇതിനെയൊന്നും എതിർക്കുന്നുമില്ല. ഇതിനോടെല്ലാം സഹകരിക്കുകയും ഇതിൻ്റെ വാണിജ്യപരമായ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കച്ചവട സ്ഥാപനങ്ങളൊക്കെ കെട്ടി വിൽപ്പനയും നടത്തി അതിൻ്റെ ലാഭവും ഉപജീവന മാർഗമായിട്ട് ഈ അവസരത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഫെസ്റ്റിവലാണല്ലോ. ഈ ഫെസ്റ്റിവലിൽ ഏത് ഉത്സവ സ്ഥലത്ത് ചെന്നാലും കച്ചവട സ്ഥാപനങ്ങൾ കൂടുതൽ നടത്തുന്നത് നമ്മുടെ നാട്ടിലും പോലും മതന്യൂനപക്ഷത്തിൽപ്പെട്ട വ്യാപാരികളല്ലേ. ആ വ്യാപാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് വേണ്ട സഹായങ്ങൾ അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിനും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ കുംഭമേളയോട് എങ്ങനെയാണ് ഇപ്പോൾ കത്തോലിക്ക സഭ ചെയ്യുന്നത് പോലുള്ള വിപുലമായ എന്തെങ്കിലും ചാരിറ്റി ചെയ്യുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടൊന്നുമില്ല. എന്നാലും അവരൊന്നും ഇതിനോട് സഹകരിക്കാതിരിക്കുന്നില്ല. നമ്മൾ ഈ കാണുന്ന പോലെയുള്ള മതവെറിയൊന്നും പുറത്ത് പറയുന്ന മാധ്യമങ്ങൾ പറയുന്ന പോലുള്ള മതപീഡനമോ മതപരമായ സ്പർദ്ധയോ ഒന്നും ആ സമൂഹത്തിൽ അത്രയേറെ ജനങ്ങൾ അനുഭവിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം UP ഈ പറയുന്ന കുംഭമേളയിൽ എല്ലാ മതസ്ഥരും ഒന്നിച്ച് ഹിന്ദുവിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഈ ഒരു ഉത്സവം, അല്ലെങ്കിൽ ഇതൊരു ഹിന്ദുവിൻ്റെ ഒരു ഒത്തുചേരലാണ് അവിടെ നടക്കുന്നത്. ആ ഒത്തുചേരലിനെ എല്ലാ മതസ്ഥരും വളരെയധികം സഹായിച്ചുകൊണ്ട് ഒന്നിച്ച് ഒരു വളരെ നല്ല ഒരു ഇതാക്കിക്കൊണ്ടാണ് ഇവിടെ വരുന്നത്. അവിടുത്തെ ഗവൺമെൻറ് ഇത് 2 ലക്ഷം കോടി രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമൊക്കെയാണ് ഇതിനെ വിപുലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കഴിയുന്നതോടെ നാനാതരത്തിൽ അവിടുത്തെ ജീവിത ശൈലിയും അവിടുത്തെ ജീവിത നിലവാരവും മെച്ചപ്പെടുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വരാൻ പോവുകയാണ്. ഇതൊക്കെ ശരിക്കും നമ്മുടെ കേരളത്തിലും ശബരിമല പോലുള്ള തീർത്ഥാടന യാത്രകൾ എല്ലാ മതസ്ഥരുടെയും പല പല രീതിയിലുള്ള ഉണ്ടല്ലോ. മുന്നിൽ നിൽക്കുന്നത് ശബരിമലയാണ് നമുക്ക്. ആ ശബരിമലയിലും ഇതുപോലുള്ള നമ്മുടെ ഗവൺമെൻറ്റുകൾ മാറ്റം കൊണ്ടുവന്ന് അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഗവൺമെൻറ്റിലേക്ക് വരുമാനം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കേണ്ട ഒരു സമയമല്ലേ ഇപ്പോൾ? അത് എല്ലാ ഫെസ്റ്റിവലും ടൂറിസം ആംഗിളിൽ വലിയ ഒരു ഇൻകം ജനറേറ്റിംഗ് ഇവൻ്റാണ്. നമുക്ക് വരുമാനം ഉണ്ടാക്കാം, നല്ല അർത്ഥത്തിലുള്ള വരുമാനം ഉണ്ടാക്കാം. അത് ജനങ്ങളുടെ ആഹ്ലാദോത്സവങ്ങളിലെല്ലാം വ്യാപാര സാധ്യതകളും ധാരാളമുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ അവിടുത്തെ ഭരണകൂടമാണ് ബുദ്ധിപരമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഈ തീർത്ഥാടകർക്ക് വരാനും പാർക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്യുകയും സംരംഭങ്ങൾക്ക് വഴിവെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇത് മഹാകുംഭമേളയാണ്. ഈ വർഷം അലഹബാദിൽ ത്രിവേണിയിൽ സംഗമത്തിൽ നടക്കുന്നത് മഹാകുംഭമേളയാണ്. അത് 1.5 നൂറ്റാണ്ടിനിടയ്ക്ക് ഒരിക്കൽ മാത്രം വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തെ അതിൻ്റെ ഒരു വ്യാപ്തി അനുസരിച്ച് അതിൻ്റെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ള ഒരുക്കങ്ങളാണ് അവിടുത്തെ ഗവൺമെൻറ് ചെയ്തത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ
നിസ്സഹരിക്കുക ഒക്കെ നിൽക്കുന്നവർ മണ്ടന്മാരാണ്. കത്തോലിക്ക സഭ എന്ന് പറയുന്ന അവർ ബുദ്ധിമാന്മാരാണ്. അവർ ഈ അവസരത്തിൽ അതിനോട് സഹകരിക്കുകയാണ്. അതൊരു ചാരിറ്റി പ്രവർത്തനത്തിൽ. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഇങ്ങനെയൊരു കത്തോലിക്ക സഭ തന്നെ ഔദ്യോഗികമായിട്ട് സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സേവന രംഗത്തേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്ന വാർത്ത നമ്മളായിരിക്കും ആദ്യമായിട്ട് ഇപ്പോൾ പറയുന്നത്. മാതൃകാപരമാണ്, അത് വാഴ്ത്തപ്പെടേണ്ടതുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.